INTUC ചേപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിനം ആചരിച്ചു. ചേപ്പാട് വൃന്ദാവനം വീട്ടിൽ ധീരജവാൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി മുഞ്ഞനാട്ട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികം വിവിധ ചടങ്ങുകളോടെ നാടെങ്ങും ആചരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികനായ ചേപ്പാട് വൃന്ദാവനം വീട്ടിൽ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ INTUC ചേപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി അനുസ്മരണ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ചേപ്പാട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി മുഞ്ഞനാട് രാമചന്ദ്രൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 1999 ജൂലൈ മാസം 26-ാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ ധീര യോദ്ധാക്കൾ പാകിസ്ഥാൻ സൈന്യത്തെ ആട്ടിപ്പായച്ചതിൻ്റെ ഓർമ്മ കൊടുക്കുന്നതിനായിട്ടാണ് ആ ധീര യോദ്ധാക്കളോടുള്ള ആദരവ് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ രാജ്യമാകമാനം കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നത്. നമുക്കറിയാം, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതിനു ശേഷം തുടർന്നിങ്ങോട്ട് ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജമ്മുകാശ്മീരിന്റെ ലഡാക്ക് പോലെയുള്ള അതിർത്തി മേഖലകളിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായി കാവലോടെ കരുതലോടെ നിൽക്കുമെങ്കിലും വലിയ ഉരസലുണ്ടാകാതെ, വലിയ ഏറ്റുമുട്ടലുണ്ടാകാതെ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ പലതവണയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പല നിലപാടുകളും നമ്മുടെ നേരെ ഉണ്ടായെങ്കിലും നമ്മുടെ സൈനികർ അവസരോചിതമായി ഇടപെടുന്നതിന്റെ ഫലമായി ഒരു യുദ്ധത്തിലേക്ക് പോകാതെ നമ്മൾ കാത്തു സംരക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ 1998-99 കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ ലഡാക്കിലെ ജമ്മുകാശ്മീരിലെ വടക്കൻ കാർഗിൽ ജില്ലയിൽ നമ്മുടെ മലമടക്കുകൾക്കിടയിൽ പാകിസ്ഥാൻ സൈന്യം വളരെ കരുതലോടുകൂടി നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുകയും കേവലം 5-6 മാസക്കാലം നീണ്ടുനിന്ന ആ കാര്യക്ഷമമായ യുദ്ധത്തിന്റെ അവസാനം നമ്മുടെ സൈന്യം ധീരയോദ്ധാക്കൾ 543 ധീര സൈനികരെ ഇന്ത്യ മഹാരാജ്യത്തിന് നഷ്ടമായെങ്കിലും നമ്മുടെ പാകിസ്ഥാനെ അവരെന്നും ഓർക്കുന്ന തരത്തിൽ തിരിച്ചടി കൊടുത്തുകൊണ്ട് അവരെ അവിടെ നാട്ടിപ്പായിക്കുവാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു. തീർച്ചയായും അതിന്റെ സ്മരണ പുതുക്കുവാൻ, ആ ധീര ദേശാഭിമാനികളോടുള്ള ആദരവ്, സ്നേഹം, കടമ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ഔപചാരികമായി തന്നെ കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പ്രദേശത്ത് നിന്നും ആദ്യമായി ജീവൻ നഷ്ടപ്പെട്ട, ജീവൻ പൊലിഞ്ഞ ധീര യോദ്ധാവായിരുന്നു രാധാകുമാർ എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കുകയാണ്. ഇന്നലത്തെ പോലെ നമ്മൾ അന്നത്തെ ആ സംഭവങ്ങളൊക്കെ പ്രത്യേകമായി ഓർക്കുകയാണ്. തീർച്ചയായും ധീരദേശാഭിമാനമുള്ള ദിവ്യമുയുക്തമായ സ്മരണകൾ ഓർത്തുകൊണ്ട് രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സ്മരണ ഒതുക്കുന്ന ചടങ്ങ് കാർഗിൽ വിജയ ദിവസം ആചരിക്കുന്ന ധീരപരപ്പെടുത്തിന് അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഇത് നമ്മുടെ കടമയാണ്, ഇത് നമ്മുടെ കർത്തവ്യമാണ്, ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനത്തിന്റെ വിഷയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ധീര ജവാൻ VN രാധാകുമാർ. ജയ് ജവാൻ ജയ് ജവാൻ. ജയ് ജവാൻ ജയ് ജവാൻ. ജയ് ജവാൻ ജയ് ജവാൻ. രാധാകുമാർ അമർ രഹേഗാ. ധീര ജവാൻ രാധാകുമാർ. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ, INTUC വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ചേരാത്ത്, INTUC ചേപ്പാട് മണ്ഡലം സെക്രട്ടറി നൌഷാദ് മുട്ടം, ജവഹർ ബാലമഞ്ച് ചേപ്പാട് മണ്ഡലം കോർഡിനേറ്റർ B ശ്രീരാജ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CDNet ന്യൂസ്, ഹരിപ്പാട്.